UGC നെറ്റ് പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനാണ്. നമുക്ക് പേപ്പർ 1 ഓൾറെഡി പറഞ്ഞല്ലോ അല്ലേ, കഴിഞ്ഞ ഓറിയൻറ്റേഷൻ സെഷനിൽ പറഞ്ഞിരുന്നു 10 യൂണിറ്റുകൾ ടോട്ടൽ നമുക്ക് പേപ്പർ 1 ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ പേപ്പർ 2 അതുപോലെ തന്നെ 10 യൂണിറ്റുകൾ പഠിക്കാനുണ്ട് നമുക്ക്. അത് ഏത് സബ്ജക്റ്റിൽ നിങ്ങൾ നെറ്റ് എടുക്കുകയാണെങ്കിലും, ഹിസ്റ്ററി ആണെങ്കിലും സൈക്കോളജി ആണെങ്കിലും സോഷ്യോളജി ആണെങ്കിലും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും 10 യൂണിറ്റ് പേപ്പർ 1 10 യൂണിറ്റ് പേപ്പർ 2 ഉണ്ടായിരിക്കും. ഈ പേപ്പർ 1 ജനറൽ പേപ്പർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഹിസ്റ്ററി ആണെങ്കിലും സോഷ്യോളജി ആണെങ്കിലും സൈക്കോളജി ആണെങ്കിലും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് പേപ്പർ 1 സെയിം ആയിരിക്കും. പേപ്പർ 2 നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റിൻ്റെ ബേസിൽ മാറാം. നിങ്ങൾ സൈക്കോളജിയാണ് പേപ്പർ 2, നിങ്ങൾ നെറ്റ് സൈക്കോളജിയിലാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സൈക്കോളജി പേപ്പർ ആയിരിക്കും ഉണ്ടാവുക. സോഷ്യോളജി ആണെങ്കിൽ സോഷ്യോളജി ഉണ്ടായിരിക്കും, ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററി ഉണ്ടായിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഓറിയൻറ്റേഷനിൽ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നു. പേപ്പർ 1 നമുക്ക് ടോട്ടൽ 50 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ടോട്ടൽ 2 മാർക്കിനുള്ള 50 ചോദ്യങ്ങൾ, അതായത് 100 മാർക്കിനായിരിക്കും പേപ്പർ 1 ചോദ്യങ്ങൾ നമുക്ക് വരാം. പേപ്പർ 2 നമുക്ക് 100 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, 2 മാർക്ക്, ടോട്ടൽ 200 മാർക്ക്. ടോട്ടൽ നമുക്ക് എക്സാം നടക്കുന്നത് 300 മാർക്കിനാണ് ടോട്ടൽ എക്സാം നമുക്ക് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ 10 യൂണിറ്റുകൾ ഉണ്ടായിരിക്കുമെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. നമുക്ക് ജനറൽ പേപ്പർ 1 ജനറൽ പേപ്പറിൽ 10 യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ 10 യൂണിറ്റുകളും ഡിസ്കസ് ചെയ്യും. അതിൽ ഏറ്റവും ബുദ്ധിമുട്ടല്ല, എല്ലാം എളുപ്പമാണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. വലിയ ബുദ്ധിമുട്ടൊന്നും പേപ്പർ 1 ഇല്ല. പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും മാർക്ക് കുറയുന്ന ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ ഡിസ്കസ് ചെയ്യും. അതിൽ ഒന്നാണ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കൽ റീസണിങ്, ആവറേജ്, പെർസെൻറ്റേജ്, അങ്ങനെ കുറേ ടോപ്പിക്കുകൾ ഇതുപോലെ തന്നെ ഡിഫിക്കൽട്ടായി തോന്നുന്ന ടോപ്പിക്കുകൾ ഉണ്ടായിരിക്കും. ഡിഫിക്കൽട്ട് അല്ല, പക്ഷേ നമുക്കങ്ങനെ തോന്നും. കാരണം എക്സാമിൻ്റെ സമയത്ത് നമുക്കുണ്ടാകുന്ന ആങ്സൈറ്റി പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമുക്ക് ചോദ്യങ്ങൾ കാണുന്ന സമയത്ത്, നമ്പേഴ്സ് കാണുന്ന സമയത്തൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാവാം. എഴുതാനുള്ള ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ നമ്മുടെ സമയത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാലൊക്കെ നമ്മുടെ കോൺഫിഡൻസിലുണ്ടാകുന്ന ചേഞ്ചസൊക്കെ ഇതിനൊരു കാരണമാണ്. ജനറലി ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ വലിയ ബുദ്ധിമുട്ടുള്ള ഭാഗമല്ലെങ്കിലും ഭൂരിഭാഗം കുട്ടികളും തെറ്റിക്കുന്നൊരു ഭാഗമാണ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. ആക്ച്വലി ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ 7th യൂണിറ്റ് ആണ്, ഫസ്റ്റ് യൂണിറ്റ് അല്ല, 7th യൂണിറ്റ് ആണ്. പക്ഷെ കൂടുതൽ സമയം നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ഭാഗമായതുകൊണ്ട് നമ്മൾ തുടങ്ങി വെക്കുന്നത് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന ടോപ്പിക്ക് വെച്ചിട്ടാണ്. അവസാനം നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് ഒരിക്കലും നമുക്കിതിനെ പറയരുതേ, ഏറ്റവും എളുപ്പമുള്ള ഭാഗമാണ്. പക്ഷേ ചില കുട്ടികൾ അങ്ങനെ പറയാറുണ്ട്, മാത്സ് ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു ടോപ്പിക്ക്. അത് ആദ്യം നമ്മൾ എടുത്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സുകളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അത് 10 മുതൽ 30 ചോദ്യങ്ങൾ വരെ ഉണ്ടായിരിക്കും. അതിൽ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഒരു ഭാഗമായിരിക്കും. അതിന് ആൻസർ കീയും ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതോടൊപ്പം പ്രൊവൈഡ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് മാത്രമല്ല, ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം എല്ലാ വർഷവും ചോദിക്കുന്ന ചോദ്യമാണ്. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. ബ്രീഫായിട്ട് ഇതിനെക്കുറിച്ച് ആദ്യം നമുക്ക് നോക്കാം. ഓക്കെ, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ നമുക്ക് 5 ചോദ്യങ്ങളാണ് ഉണ്ടാവുക, 5 ക്വസ്റ്റ്യൻസ്. ഓക്കെ, 5 ചോദ്യങ്ങൾ 2 മാർക്കിൻ്റെ, അതായത് 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് 10 മാർക്ക് കിട്ടും. 10 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടും ഇത് നമ്മൾ ചെയ്തില്ല എങ്കിൽ. ഓക്കെ, പേപ്പർ 1 ഒരു 90 മാർക്ക് വരെ നമുക്ക് 90% അല്ലെങ്കിൽ 90 മാർക്ക് വരെ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്ത് പോകാൻ പറ്റും. അതിലപ്പുറം ചിലപ്പോൾ കുറച്ച് ടഫായേക്കാം.
ഔട്ട് ഓഫ് സിലബസും വന്നേക്കാം. എങ്കിലും ഒരു 90% ഒക്കെ കവർ ചെയ്ത സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അത് ഈസി ആയിട്ട് നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. അത് കവർ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ പ്രോപ്പറായിട്ട് നോക്കണം. വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഭാഗങ്ങളാണ്, നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഈ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ വിഷ്വൽ സ്കാനിങ് എബിലിറ്റിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് കൂടിയാണ് ശരിക്കും. എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ചോദ്യം നോക്കിയിട്ട് നമുക്ക് ലോജിക്കലി എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും. തുടക്കം കുറച്ച് കാലം മുമ്പൊക്കെ നെറ്റിൽ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ചോദ്യങ്ങൾ കുറച്ച് എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. ഇപ്പോൾ വരുന്ന 1-2 വർഷങ്ങളിലൊക്കെ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ലെവലായിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് ചില ചോദ്യങ്ങൾ നമ്പറുകളൊക്കെ വരാറുണ്ട്, 5.44 എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരാറുണ്ടെങ്കിലും നമുക്കത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആൻസർ എത്താൻ പറ്റും. ഓക്കെ, ബേസിക്കായിട്ട് 5 രീതിയിലാണ് എന്ത് ചെയ്യുക, 5 രീതിയിലുള്ള ചോദ്യങ്ങളാണ് സാധാരണ വരാറുള്ളത്. ഏറ്റവും കൂടുതൽ വരാറുള്ളത് ടേബിൾ തന്നിട്ടാണ്. ടാബുലാർ ഫോർമാറ്റിലുള്ള ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനാണ് കൂടുതൽ വരാറുള്ളത്. അതുപോലെ തന്നെ ബാർ ഗ്രാഫിന് വരാറുണ്ട്, പൈ ചാർട്ട് വരാറുണ്ട്, അതുപോലെ ലൈൻ ഗ്രാഫ് വരാറുണ്ട്, അതുപോലെ മിക്സ്ഡ് ആയിട്ടുള്ള ഗ്രാഫുകൾ, 2 ഗ്രാഫുകളൊക്കെ തന്നിട്ടും വരാറുണ്ട്. സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ഡാറ്റ ടേബിൾ വെച്ചിട്ടാണ് വരാറുള്ളത് എന്നുകൊണ്ട് നമ്മൾ കൂടുതൽ ടേബിൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മുടെ ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്ക് 3 കാര്യങ്ങൾ അല്ലെങ്കിൽ 4 ടോപ്പിക്കുകൾ കൃത്യമായിട്ട് അറിയുമെങ്കിൽ, 3 അല്ലെങ്കിൽ 4 ടോപ്പിക്കുകൾ കൃത്യമായിട്ട് അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ 10 മാർക്കിൻ്റെ ചോദ്യമാണ് നിങ്ങൾക്കുള്ളത്. ഒരു ചോദ്യത്തിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 8 ടോട്ടൽ ഈ 10 മാർക്കിൻ്റെ ചോദ്യം മാക്സിമം നമുക്കൊരു 8 മിനിറ്റ് കൊണ്ട് തീർത്തിരിക്കണം. ഓക്കെ, ഒരു ചോദ്യത്തിന് മാക്സിമം 1 അല്ലെങ്കിൽ 1.2 മിനിറ്റോ, 2 മിനിറ്റ് അല്ല 1.2 ഒക്കെ നമ്മൾ സമയം മാറ്റി വെക്കാൻ പാടുള്ളൂ. കാരണം നമുക്ക് ടോട്ടൽ 3 ഹവറാണ് എക്സാമിന് ഉണ്ടാവുക. 3 ഹവർ ഒരു 300 ചോദ്യങ്ങളുണ്ടായിരിക്കും. ഓക്കെ, 300 ഹവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 180 മിനിറ്റാണ് നമ്മൾ മുമ്പിൽ ഉണ്ടാവുക. ഈ 150 മിനിറ്റിൻ്റെ ഉള്ളിൽ 300, അതായത് 150 ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് എഴുതേണ്ടതുണ്ട്. ഓക്കെ, 150 ചോദ്യങ്ങൾ 180 മിനിറ്റ്. അപ്പോൾ നമുക്ക് പരമാവധി 1 മിനിറ്റ് അല്ലെങ്കിൽ 1.2 മിനിറ്റൊക്കെയാണ് നമുക്കൊരു ചോദ്യത്തിന് സമയം ഉണ്ടാവുക. അപ്പോൾ അത് പോട്ടെ, നമുക്ക് ഈ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വശങ്ങളൊക്കെ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്ത് പോകും. ആദ്യം നമ്മളൊരു ഓവർവ്യൂ ആണ് നോക്കുന്നത്, വളരെ എളുപ്പത്തിൽ ഇതിനെ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് 3 ടോപ്പിക്കുകൾ, 3, 4, 5 പ്രധാനപ്പെട്ട 3 ടോപ്പിക്കുകൾ നമുക്ക് അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. അതിലൊന്നാണെന്ത്, പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത്. പേഴ്സൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ്റെ ഒരു 1/3 നമുക്ക് കംപ്ലീറ്റ് ആക്കി എന്ന് തന്നെ പറയാൻ പറ്റും. അതുപോലെയാണ് റേഷ്യോ, അതുപോലെ തന്നെ പ്രൊപ്പോർഷനും റേഷ്യോവും ഭൂരിഭാഗം ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ചോദ്യത്തിൽ ചോദിക്കാറുണ്ട്. റേഷ്യോ ഇടക്കിടക്ക് ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ ആവറേജും ചോദിക്കാറുണ്ട്. ഈ 3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് 10 മാർക്കല്ല 20 മാർക്ക് കിട്ടും. കാരണം നമുക്ക് മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ സെയിം ടോപ്പിക്കുകൾ വീണ്ടും വരുന്നുണ്ട്. പെർസെൻറ്റേജ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, ആവറേജ്, ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതും അവിടെയും ഇവിടെയും ഒരേ രീതിയിലുള്ള മെത്തേഡുകൾ യൂസ് ചെയ്യാനും നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. പിന്നെ ഘട്ടം ഘട്ടമായിട്ട് ഞാൻ എന്ത് ചെയ്യാം, ചില വേർഡുകളും ടോപ്പിക്കുകളും നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കേണ്ട ഒരു ടേബിളാണ് ഈ കൊടുത്തിട്ടുള്ളത്. 1.2 എന്ന് പറഞ്ഞാൽ 50%, 1/2 എന്ന് പറഞ്ഞാൽ 50%, 1/3 എന്ന് പറഞ്ഞാൽ 33.33, 1/4 എന്ന് പറഞ്ഞാൽ 25%, 1/5 എന്ന് പറഞ്ഞാൽ 20%. ഈ ടേബിൾ നിങ്ങൾ 8 വരെ നിങ്ങൾ എന്ത് ചെയ്യാം, പഠിച്ചു വെക്കണം. അതിനെക്കുറിച്ച് ഞാൻ എന്ത് ചെയ്യാം, പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകളിലേക്ക്
വിശദമായിട്ട് പറയുന്ന സമയത്ത് വിശദമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടായേക്കാം, എളുപ്പമുള്ള ചോദ്യങ്ങളും നമ്മളെ മുമ്പിൽ വന്നേക്കാം. ഓക്കെ, ഡിഫിക്കൽട്ട് ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്ഷൻസ് നോക്കിയിട്ട് ഇപ്പോൾ 4 ഓപ്ഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ആൻസർ കണ്ടെത്തുക. അപ്പോൾ ഓപ്ഷൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്കെന്ത് ഏകദേശം വാല്യൂ എടുത്ത് ഇപ്പോൾ 49,871 നമുക്ക് റൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, 50,000 ആക്കാൻ പറ്റും. 102 ഉള്ളത് 100 ആക്കിയിട്ട് നമുക്കൊരു ഏവറേജ് വാല്യൂവിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. പക്ഷേ ഇത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ആദ്യം മുതൽ ഇതൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യാം, നന്നായി പ്രാക്ടീസ് ചെയ്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഏത് സാഹചര്യത്തിലാണ് അപ്ലൈ ചെയ്യാമെന്ന് മനസ്സിലായാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഘട്ടം ഘട്ടമായിട്ട് പരമാവധി ഇഷ്ടംപോലെ സമയം നമ്മൾ മുമ്പിലുണ്ട്, അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. നമുക്ക് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നന്നായിട്ട് ചെയ്യാം. അതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ഇതിൽ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. ഇപ്പം ഒരു ഇൻട്രോ ആണ് ഞാൻ പറഞ്ഞത്. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് അത്ര ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഒരു ചോദ്യം നമുക്ക് നോക്കാം. കഴിഞ്ഞ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ ചോദ്യം ഞാൻ നിങ്ങളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നോക്കാം. ജനറലി ഇങ്ങനെയായിരിക്കും ചോദ്യം വരിക. ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൻ്റെ ബേസിൽ 5 ചോദ്യങ്ങളും നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാം. ഈ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. കാണുന്നില്ലെങ്കിൽ ഞാൻ PDF ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. 2 ചോദ്യങ്ങളാണ്. ഈ 2 ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും, ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇതിൻ്റെ പ്രാക്ടീസായിട്ട് നാളെ മുതൽ നമ്മൾ എന്ത് ചെയ്യും, മോക്ക് ടെസ്റ്റുകൾ ഓരോ ദിവസവും ഓരോ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. മോക്ക് ടെസ്റ്റിൽ പ്രത്യേകം ചോദ്യം തരും, അതിൻ്റെ ഉത്തരവും നിങ്ങൾക്ക് അതിൽ തന്നെ പ്രൊവൈഡ് ചെയ്യും. മാർക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്കുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് നമ്മുടെ നോട്ട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് എടുക്കാൻ പറ്റും. ആപ്പിലല്ല, നമ്മൾ PDF ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ലൈവ് ഫ്രീ സെഷൻ ആണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യാം. അല്ലാതെ പെയ്ഡ് സെഷൻ എന്ത് ചെയ്യരുത്, മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാതെ സൂക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് ഇന്നത്തെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഇങ്ങനെ ഒരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. എക്സാമിന് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു പൈ ചാർട്ടോ ഗ്രാഫോ പ്ലസ് 5 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. എന്നിട്ട് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഡയറക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുമ്പിൽ ഇങ്ങനെ 1 to 5 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു. നമുക്കൊന്ന് വായിച്ച് നോക്കാം ഈ ചോദ്യം അല്ലേ. Study the following table carefully and answer the question based on it. The table shows the number of students enrolled in 3 different disciplines. 3 വ്യത്യസ്ത ഡിസിപ്ലിൻസിലുള്ള കുട്ടികൾ എൻറോൾ ചെയ്തതിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ആർട്സ് ഉണ്ട്, സയൻസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്. അക്രോസ് 5 ഡിഫറെൻറ്റ് കോളേജസ്. 5 വ്യത്യസ്ത കോളേജുകളെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. കോളേജ് P, കോളേജ് Q, കോളേജ് R, കോളേജസ്, കോളേജ് T. അപ്പോൾ ഇവിടെ നമ്മളെ മുമ്പിൽ ടേബിളിൽ എന്തൊക്കെയുണ്ട്, ആർട്സ്, സയൻസ്, കൊമേഴ്സ് എന്ന് പറയുന്ന 3 സ്ട്രീമുകളെ 3 ഡിസിപ്ലിൻസിനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ PQRST എന്ന് പറയുന്ന വ്യത്യസ്ത കോളേജുകളെയും കൊടുത്തിട്ടുണ്ട്. അവിടെ എൻറോൾ ചെയ്ത കുട്ടികളുടെ ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ടേബിൾ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. P എന്ന കോളേജിൽ ആർട്സ് സബ്ജക്റ്റിന് ജോയിൻ ചെയ്ത് 250 കുട്ടികളുണ്ട്. അതുപോലെ തന്നെ 300 കുട്ടികൾ സയൻസിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. 150 കുട്ടികൾ കൊമേഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ അത് നമുക്ക് മനസ്സിലാവുമല്ലോ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യം വരിക. ഓക്കെ, ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ്
റേഷ്യോ കണ്ടില്ലേ? ഇപ്പോൾ നിങ്ങൾ റേഷ്യോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഭൂരിഭാഗം ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ ആവറേജ് അറിയുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആവറേജ്, റേഷ്യോ പോലുള്ള നേരത്തെ നമ്മൾ PPT പറഞ്ഞപ്പോൾ കണ്ടല്ലോ, 3 ടോപ്പിക്കുകൾ: പെർസെൻറ്റേജ്, റേഷ്യോ, പ്രപ്പോർഷൻ, ആവറേജ്. ഈ 3 നമുക്ക് അറിയാമെങ്കിൽ ഭൂരിഭാഗം ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ചോദ്യങ്ങളും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കാൽക്കുലേറ്റർ എക്സാമിന് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആദ്യമായിട്ട് എക്സാം എഴുതുന്ന ആളുകളുണ്ടാവാം, അല്ലാത്തവരുണ്ടാവാം. എക്സാമിന് നിങ്ങൾക്ക് ഒരു സെൻറ്റർ അലോട്ട് ചെയ്യും. അപ്പോൾ ഒരുപാട് കമ്പ്യൂട്ടറിലാണ് എക്സാം ആൻസർ എഴുതുക. ഓക്കെ, ഓൺലൈൻ എക്സാം ആയിരിക്കും. നമ്മൾ വീട്ടിലല്ല, നമ്മൾ കമ്പ്യൂട്ടർ സെൻറ്റർ ഉണ്ടായിരിക്കും. അവിടെ പോയിട്ട് നമുക്ക് ഒരു സ്ക്രീന് പ്രൊവൈഡ് ചെയ്യും. അതിൽ ചോദ്യങ്ങളുണ്ടാവും, ഉത്തരം നമുക്ക് അതിൽ തന്നെ ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടായിരിക്കും. അപ്പോൾ എക്സാം ഹാളിൽ നമുക്കൊരു വെള്ള പേപ്പറും പേനയും തരും. ആ വെള്ള പേപ്പറിലും പേനയിലും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം പ്രോബ്ലവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം അല്ലേ? ക്വസ്റ്റ്യൻ വായിക്കാം. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് സയൻസ് സ്റ്റുഡൻസ് ഇൻ കോളേജ് P ടു ദ നമ്പർ ഓഫ് കൊമേഴ്സ് സ്റ്റുഡൻസ് ഇൻ കോളേജ് R? ഇവിടെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ സയൻസ് സ്റ്റുഡൻസ് അല്ലേ? സയൻസ് സ്റ്റുഡൻറ്റ് ഓഫ് കോളേജ് ഓഫ് P ഈസ് ടു കൊമേഴ്സ് സ്റ്റുഡൻറ്റ് ഓഫ് കോളേജ് R. ഇവിടെ നമ്മൾ P എന്ന കോളേജിലെ സയൻസ് സ്റ്റുഡൻറ്റിൻ്റെയും C എന്ന കോളേജിൻ്റെ R എന്ന കോളേജിൻ്റെ കൊമേഴ്സ് സ്റ്റുഡൻറ്റിൻ്റെയും റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ ഇത്രയൊന്നും സമയം എടുക്കണം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഇത്ര സ്ലോ ആയിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. A, B, C, D എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഈ ഓപ്ഷൻ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടി വരിക. ഇത് ശരിക്കും മനക്കണക്കായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രയും വരച്ച് എഴുതി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഫസ്റ്റ് സെഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് തന്നിട്ടുള്ള ചോദ്യങ്ങൾ, ഈ ചോദ്യം വെച്ചാൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഡേറ്റ അതിൽ നിന്ന് കിട്ടണം? P എന്ന കോളേജിലെ സയൻസ് സ്റ്റുഡൻസ് എത്ര ഉണ്ട് നോക്കണം അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. സയൻസ് സ്റ്റുഡൻറ്റ് P എന്ന കോളേജിലെ സയൻസ് സ്റ്റുഡൻറ്റ് 300 അല്ലേ? അപ്പോൾ 300 ഈസ് 2. പിന്നെ എന്താണ്? R എന്ന കോളേജിലെ കൊമേഴ്സ് സ്റ്റുഡൻറ്റിനെ കുറിച്ചാണ് ചോദ്യം. R ഇവിടെ ഇതാ, R കൊമേഴ്സ് സ്റ്റുഡൻറ്റ്. R എന്ന കോളേജിലെ കൊമേഴ്സ് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ 250. അപ്പോൾ നമുക്ക് കിട്ടിയ റേഷ്യോ നമുക്ക് എന്ത് ചെയ്തു? കിട്ടി. റേഷ്യോ എത്രയാണ്? 300:250. ഈ റേഷ്യോ നമുക്ക് നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. 5:4, 6:5, 1:2, 4:3 ഒക്കെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കിട്ടില്ല, അതില്ല. അപ്പോൾ നമുക്ക് എന്ത് വെട്ടിച്ചെറുതാക്കണം? 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണല്ലേ വെട്ടിച്ചെറുതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആർക്കും അറിയാം. നമുക്കൊന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാം? 0, 2 വേണമെങ്കിൽ വെട്ടാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അല്ലെങ്കിൽ വേണ്ട, 0 വെട്ടണം, കൺഫ്യൂഷൻ ആക്കണ്ട. നമുക്കിത് നോക്കാം. ഇതിൽ രണ്ടിലും പോകുന്നൊരു സംഖ്യ നമുക്ക് എടുക്കാം. ഏത് സംഖ്യ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇപ്പോൾ എളുപ്പത്തിന് നമുക്ക് എന്ത് ചെയ്യാം? എത്ര സംഖ്യ എടുക്കാം? 50 എടുക്കാം അല്ലേ? 300 എത്ര 50 പോകും നമുക്ക് നോക്കാം. അതുപോലെ തന്നെ 250 എത്ര 50 പോകും നോക്കാം. 300 എത്ര എണ്ണം പോവും? 6 എണ്ണം പോകും അല്ലേ? 100, 200, 300, 6 എണ്ണം പോവും. 6. പിന്നെ നമുക്ക് 50 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6, അതായത് 50 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കേട്ടോ. 300 എത്ര 50 ഉണ്ട്? 6 50കളുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ 250 നമുക്ക് എത്ര 50കൾ ഉണ്ടാവും? 50കൾ
ആരാ പറയാ 250 എത്ര അൻപതുകളുണ്ട്? യെസ്, 5. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടി അല്ലേ? ഇത്രയേ ഉള്ളൂ. യെസ്. അപ്പോൾ 6:5 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇത് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷനൊക്കെ വരാം. ചിലപ്പോൾ അപ്പുറത്തെ വാല്യൂ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ ചോദിക്കാം. ഓപ്ഷൻ വരുമ്പോൾ 6:5 ഉണ്ടാവും, 5:6 ഒക്കെ ഉണ്ടാവും. അപ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി സെൻറ്റൻസ് കറക്റ്റ് നോക്കിയാൽ മതി. ആദ്യം ഏതാണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ സയൻസ് സ്റ്റുഡൻസിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്, പിന്നെയാണ് കൊമേഴ്സ് സ്റ്റുഡൻസിനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞു 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പെർസെൻറ്റേജ്, റേഷ്യോ, പ്രപ്പോർഷൻ, ആവറേജ്. അപ്പോൾ ഒരു ആവറേജുമായി ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എൻറോൾഡ് ഇൻ കൊമേഴ്സ് ഡിസിപ്ലിൻ ഇൻ അക്രോസ് ആൾ 5 കോളേജസ്? ഇവിടെ ചോദിച്ചിട്ടുള്ളത് എല്ലാ ടോട്ടൽ കോളേജുകളിൽ, അതായത് ഇവിടെ 5 കോളേജുകൾ പറയുന്നുണ്ടല്ലോ, PQRST, അങ്ങനെ 5 കോളേജുകളിൽ എന്താണ് 5 കോളേജുകളിൽ അതാണ് കൊമേഴ്സ് ഡിസിപ്ലിനിൽ 5 കോളേജുകളിൽ ഉള്ള ടോട്ടൽ കുട്ടികളുടെ ആവറേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ടോട്ടൽ സ്റ്റുഡൻസ് ആരൊക്കെയാണെന്ന് നോക്കാം. കൊമേഴ്സ്, ഇപ്പോൾ കൊമേഴ്സ് അല്ലേ, അപ്പോൾ കോളേജ് പിയിൽ 150, കോളേജ് ക്യൂവിൽ 200, കോളേജ് ആറിൽ 250, കോളേജ് എസ്സിൽ 300, അതുപോലെ തന്നെ കോളേജ് ടിയിൽ 180. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ നമുക്ക് ആദ്യം കണ്ടിട്ട് ഇതിൻ്റെ ആവറേജ് കാണാണല്ലോ വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കൂട്ടിയിട്ട് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും? 5 കോളേജുകളാണല്ലോ ഉള്ളത്, അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കാം, ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ. നമുക്ക് ഫസ്റ്റ് കോളേജ് പി, ആ ടേബിൾ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കാൻ വേണ്ടി. കോളേജ് പി 150 പ്ലസ് കോളേജ് ക്യൂ 200 പ്ലസ് കോളേജ് ആർ 250, കോളേജ് എസ് 300, കോളേജ് ടി 180. പറഞ്ഞോളൂ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇവിടെ നമുക്ക് 5 കോളേജുകൾ, ഇതെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ അല്ലേ. ഇവിടെ നേരെ മുകളിൽ നമ്മൾ ടേബിൾ എടുത്ത് നോക്കുക. ഈ ടേബിളിൽ വന്നിട്ടുള്ള 150, 200, 250, 300, 380 ഇതൊക്കെ കൊമേഴ്സ് സ്റ്റുഡൻസ് ആണ്. ടോട്ടൽ കോളേജുകളിലെ കുട്ടികളുടെ പേരാണ് കൊമേഴ്സ് സ്റ്റുഡൻസ്. കോളേജ് പി, കോളേജ് ക്യൂ, കോളേജ് ആർ, എസ് ടി എന്നീ ടോട്ടൽ കോളേജുകളുടെ കുട്ടികളുടെ എണ്ണമാണ് നമുക്ക് ഇതിലൂടെ കിട്ടുക. അപ്പോൾ ഇത് ടോട്ടൽ നമ്മൾ കൂട്ടിയിട്ട് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? ആവറേജ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ എണ്ണം കൂട്ടിയിട്ട് എത്ര കോളേജുകളുണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്കറിയാം എത്ര കോളേജുകളുണ്ട് ഇവിടെ. 1, 2, 3, 4, 5. അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എത്രയാണ് കിട്ടുക? ആരാ പറയാം? 150 പ്ലസ് 200 പ്ലസ് 250 എത്രയാ? ഇതിൻ്റെ ടോട്ടൽ എത്ര? ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ എത്ര കിട്ടിയത്? ഓക്കെ, 1080 ഡിവൈഡഡ് ബൈ 5. എത്രയാണ് ആൻസർ കിട്ടിയത്? കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ? ഓക്കെ, ഓപ്ഷൻ ബി 216, 216 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഇത് ആവറേജ് വരുന്ന സമയത്ത് നമുക്കിതൊക്കെ അറിയാം, പക്ഷേ എക്സാമിൻ്റെ സമയത്ത് നമുക്ക് പല ആളുകൾക്കും, എല്ലാവരും അല്ല, പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവാം. കൺഫ്യൂഷൻ കാരണം അത്രയും അധികം ചോദ്യം മുന്നിൽ പെൻഡിങ് ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം. പിന്നെ ഇപ്പോൾ
പോയിൻ്റ് ബേസ്ഡ് ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 150.55 200.33 അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ചില ഡിഫിക്കൽറ്റി ഉണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് റൗണ്ട് ആക്കിയാൽ മതി. റൗണ്ട് ആക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് എന്ത് ചെയ്യുക ഇത്തരം ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റാം. ടിപ്സും ട്രിക്സും ഒക്കെ ഇഷ്ടംപോലെ എന്തിലുണ്ട്, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിലുണ്ട്. പക്ഷേ അത് ചെയ്യണമെങ്കിൽ അത് ഓടി ചെന്നിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റില്ല. അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ, പ്രാക്ടീസിലൂടെ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണിത് എളുപ്പ വഴികൾ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. The total number of arts students in college S is approximately what percentage of total number of students in the same college? അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, ഒരു ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പേഴ്സൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പേഴ്സൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉള്ളത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞാണ് പേഴ്സൻറ്റേജ് ഭൂരിഭാഗം ചോദ്യങ്ങൾക്കും ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനും വരുന്ന ഒരു ഭാഗമാണ് പേഴ്സൻറ്റേജ്, ആവറേജ്, റേഷ്യോ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ നമ്പർ ഓഫ് ആർട്സ് സ്റ്റുഡൻസ് ഇൻ കോളേജ് എസ്. ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ആർട്സ് സ്റ്റുഡൻസ് ഇൻ കോളേജ് എസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ടേബിൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആർട്സ് സ്റ്റുഡൻസ് കോളേജ് എസ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ആർട്സ് സ്റ്റുഡൻസ് ഇൻ കോളേജ് എസ് എന്ന് പറയുന്നത് എത്രയാണ്, 400 നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 400 ഇവിടെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 400 എന്ന് എഴുതി വെച്ചു. അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓഫ് ദ സെയിം കോളേജ്. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ എത്രയുണ്ട്. അപ്പോൾ നമ്മൾ ഈ മറ്റ് സബ്ജക്റ്റുകൾ, അതായത് ഇപ്പോൾ നമ്മൾ ആർട്സ് മാത്രമാണല്ലോ എടുത്തത്, സയൻസ്, കൊമേഴ്സ് എന്നീ സ്റ്റുഡൻസിലെ കോളേജ് എന്നീ കുട്ടികൾ എത്രയുണ്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സയൻസിൽ 350 കുട്ടികളുണ്ട്, കൊമേഴ്സിൽ 300 ഉണ്ട്. 350 + 300. അപ്പോൾ മറ്റ് കുട്ടികൾ എത്രയാണ്, 350 + 300. അപ്പോൾ ടോട്ടൽ ഈസി ആയിട്ട് ടോട്ടൽ ചെയ്യാം, 650 നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താ വെച്ചാൽ, മാത്രമല്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഇവിടെ പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ സെയിം കോളേജ്. അപ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ടോട്ടൽ എന്ന് പറയുമ്പോൾ എന്തും കൂടി ഇൻക്ലൂഡഡ് ആണ്, ആർട്സ് കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമ്മൾ മറന്നിട്ട് എന്ത് ചെയ്യും, 650 വെച്ചിട്ടാണ് ചെയ്യും. അപ്പോൾ അത് ആൻസർ തെറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൂടെ ആഡ് ചെയ്യണം, 400 കൂടെ ആഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ സെയിം കോളേജ് എന്ന ആൻസർ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് വരുന്ന മിസ്റ്റേക്കാണെന്ത്, 400 മിസ്റ്റേക്കാണ് പറയുന്നത് കേട്ടോ. 400 650 എന്ന് എഴുതിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണ്. ഇവിടെ നമ്മൾ ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ചോദ്യം വായിക്കുന്ന സമയത്ത് ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദ സെയിം കോളേജ് എന്ന് പറയുമ്പോൾ 400 + 350 + 300, അതായത് സയൻസ്, കൊമേഴ്സ്, ആർട്സ് 3 കോളേജിലെയും കുട്ടികളുടെ എന്താണ് മാർക്ക് ഇൻക്ലൂഡഡ്. അപ്പോൾ പേഴ്സൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എത്രയാണ്, 600 650 + 400 എത്രയാണ്, ഇതിൻ്റെ ടോട്ടൽ എത്ര കിട്ടുക, 600 യെസ് 1050 കിട്ടും. 400 ഇൻറ്റു പെർസെൻറ്റേജ് ആണല്ലോ കാൽക്കുലേറ്റ് ചെയ്യുക. പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റു 100 ചെയ്യേണ്ടതാണ്. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓരോന്നിനും പ്രത്യേകം ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. ഇക്വേഷൻസ് നമ്മൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുന്ന സമയത്ത് മാത്തമാറ്റിക്കൽ റീസണിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇക്വേഷൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ രീതിയിൽ തന്നെ ആ സമയത്ത് പഠിക്കാം. ഇവിടെ നമുക്ക് ഒരു ധാരണ വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കാറില്ല. പക്ഷേ ചില സമയത്ത് ചില ടോപ്പിക്കുകൾ ചോദിക്കാറുണ്ട്, ഔട്ട് ഓഫ് സിലബസും ചോദിക്കാറൊക്കെ ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, അവസാന ഭാഗത്ത് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കത് എന്ത് ചെയ്യാം, ആ പ്രശ്നങ്ങൾ, ആ ഏരിയാസൊക്കെ നമുക്ക് ഇതോടൊപ്പം കവർ ചെയ്ത് പോവാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. എത്രയാണ് ഇതിൻ്റെ ആൻസർ കിട്ടുക,
400 ഡിവൈഡഡ് ബൈ 1050 ഇൻറ്റു 100 എത്രയാണ്? നമുക്ക് 0 ആണെങ്കിൽ വെട്ടിക്കളയാം, 0 വെട്ടി. അപ്പോൾ നമുക്ക് കിട്ടും 4000 ബൈ 1005. എത്രയാണ് ആൻസർ വരുന്നത്? ആരാ പറയാം? ഈ ആൻസർ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. കാരണം കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ഈ തുടക്കം മുതൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യരുത്, കാൽക്കുലേറ്റർ യൂസ് ചെയ്യരുത്. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, പിന്നെ അത് പറഞ്ഞോളൂ. യെസ്, 38.09 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നിങ്ങൾ അങ്ങനെ തന്നെ കാൽക്കുലേറ്റർ ചെയ്യാതെ തന്നെയാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കുറച്ച് സമയം എടുക്കും. തുടക്കം നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മൾ മോക്ക് ടെസ്റ്റ് തരുന്ന സമയത്ത് ഇതുപോലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്യരുത്. കാൽക്കുലേറ്റർ പൊതുവേ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, കൺഫ്യൂഷനൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ഈസി ടു ഡിഫിക്കൽട്ട് ലെവലിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോവുക. അപ്പോൾ തുടക്കത്തിൽ നമ്മളെല്ലാം ഈസി ആയിട്ട് മനസ്സിലാക്കിയിട്ട് ഘട്ടം ഘട്ടമായിട്ട് അതിൻ്റെ ഹാർഡ് ലെവലിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, 4ാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടോട്ടൽ നമ്പർ ഓഫ് സയൻസ് സ്റ്റുഡൻസ് ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആർട്സ് സ്റ്റുഡൻസ് അക്രോസ് ആൾ കോളേജ് കമ്പൈൻഡ്? ഇവിടെ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ചില ഭൂരിഭാഗം ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിൽ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഡിഫറൻസ്. അപ്പോൾ ടോട്ടൽ സയൻസ് സ്റ്റുഡൻസും ടോട്ടൽ ആർട്സ് സ്റ്റുഡൻസും തമ്മിലുള്ള ഡിഫറൻസാണ് നമുക്കിവിടെ അറിയേണ്ടത്. ഇത് വളരെ ഈസിയാണ്, പക്ഷേ നമുക്ക് സമയമെടുക്കും. ഇപ്പോൾ ഇവിടെ ഇത്രയൊക്കെ ഇങ്ങനെയുള്ള നമ്പറുകൾ വരുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ ബൈ ചാൻസിൽ നമുക്ക് തരുന്ന നമ്പറുകൾ 5333, 4885, 9541 അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കുറച്ചൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. കാരണം അത് കാൽക്കുലേറ്റ് ചെയ്ത് കൂട്ടി വരുമ്പോഴേക്ക് കുറച്ച് സമയമെടുക്കും. ഇപ്രാവശ്യം വന്ന നെറ്റ് എക്സാമിന്, ഇപ്പോൾ ലാസ്റ്റ് വന്ന നെറ്റ് എക്സാമിന് അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ വന്നിരുന്നത്. നമ്പറൊക്കെ റൗണ്ട് ഫിഗർ ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് നമ്മളിത് പരമാവധി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഈസിയാണ്, ക്വസ്റ്റ്യൻ ഈസിയാണ്. പക്ഷേ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ 1, 2 എന്നുള്ള വാല്യൂസൊക്കെ റൗണ്ട് ഫിഗർ അല്ലാത്ത വാല്യൂ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഞാൻ കൂട്ടിയത് തെറ്റിയോ, വീണ്ടും കൂട്ടി നമ്മളെ സമയം കുറേ അധികം അങ്ങോട്ട് പോകും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രാക്ടീസ് ഇതിന് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ടോട്ടൽ സയൻസ് സ്റ്റുഡൻസ് എത്രയാണ് നോക്കാം. അപ്പോൾ നമുക്ക് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടേബിളിൽ നോക്കിയാൽ കാണാം. ടോട്ടൽ സയൻസ് സ്റ്റുഡൻസ് 300, 250, 420, 350, 250. അപ്പോൾ ഇത് മൊത്തം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ സയൻസ് സ്റ്റുഡൻസ് ആരൊക്കെയാണെന്ന് കിട്ടും. പിന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടോട്ടൽ ആർട്സ് സ്റ്റുഡൻസ് ആരൊക്കെയാണെന്നാണ്. ടോട്ടൽ ആർട്സ് സ്റ്റുഡൻസ് ഇതാ അവിടെ കൊടുത്തിട്ടുണ്ട്. 250, 320, 180, 400, 220. ഈ ഓരോന്നും നമ്മൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർട്സ് സ്റ്റുഡൻസിൻ്റെ ടോട്ടലും കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എഴുതി ടോട്ടൽ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് സയൻസ് നോക്കാം. ടോട്ടൽ 300 പ്ലസ് 280 പ്ലസ് 420 പ്ലസ് 350 പ്ലസ് 250. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ടോട്ടൽ ഏകദേശം ഒരു ടോട്ടൽ ആരാ പറയാം, ഇതിൻ്റെ ടോട്ടൽ എത്രയാണ്? ഇത് നമുക്ക് കൂട്ടാൻ വളരെ എളുപ്പമാണ്. പക്ഷെ എക്സാമിന് ചിലപ്പോൾ എന്ത് ചെയ്യും, കുറച്ചും കൂടെ വലിയ സംഖ്യകളൊക്കെ വരും. സാറിൻ്റെ തുടക്കത്തിൽ നമുക്ക് എന്ത് ചെയ്ത് പ്രാക്ടീസ്, ഇത് തന്നെയാണ് ഇതിൻ്റെ രീതി. പക്ഷേ നമ്പർ കുറച്ചും കൂടെ എന്ത് ചെയ്യും, ചിലപ്പോൾ വലുതാവാം, ചിലപ്പോൾ പോയിൻ്റ് വന്നേക്കാം, റൗണ്ട് ഫിഗർ ആവില്ല, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അല്ലാതെ പാറ്റേൺ ഒക്കെ സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എത്രയാണ് കിട്ടുക? യെസ്, 1600 ടോട്ടൽ വരിക. ഇനി നമുക്ക് ആർട്സ് നോക്കാം. ആർട്സ് ഇവിടെ ടേബിൾ നിങ്ങളുടെ കയ്യിൽ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ 250 പ്ലസ് 320
20 പ്ലസ് 180 പ്ലസ് 400 പ്ലസ് 220. ഇതിൻ്റെ ടോട്ടൽ എത്ര വരിക? 1370. അപ്പോൾ നമുക്ക് 2 വാല്യൂം കിട്ടി. ഇനി നമുക്ക് ചോദ്യം ഒന്നുകൂടെ നോക്കാം. ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ നമ്പർ ഓഫ് സയൻസ് സ്റ്റുഡൻസ് ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആർട്സ് സ്റ്റുഡൻസ് അക്രോസ് ആൾ കോളേജ് കമ്പൈൻഡ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് 2 വാല്യൂം കിട്ടിയില്ലേ? 1600 മൈനസ് 1370. 1600 നിന്ന് 1370 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും, ഡിഫറൻസ് കിട്ടും. അപ്പോൾ എത്രയാണ്? ആരാ പറയാം? യെസ്, 230 അല്ലേ? എത്ര? 70 വരുമ്പോൾ 30 അല്ലേ വരിക? ബാക്കി 80, 90, 100, 30, പിന്നെ 60, 600, 300. ശരിയാണല്ലോ, 230 അല്ലേ വരിക? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റർ കൂട്ടി നോക്കാം. ഓക്കെ, 230 തന്നെയാണ്, കറക്റ്റാണ്. അതെ, അത് ചില സമയത്ത് നമ്മൾ കുറേ കാലമായിട്ടല്ല, നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ 10ാം ക്ലാസ്സും പ്ലസ് 2 ഡിഗ്രിക്കൊക്കെ കാൽക്കുലേറ്റർ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നതാണ്. നമുക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാവും. ഓക്കെ, അപ്പോൾ അടുത്തത് അപ്പോൾ സ്വാഭാവികമാണ്, നമ്മൾ യൂസ് ചെയ്യാത്ത സാധനമാണ്. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതെ കുറേ കാലങ്ങളായിട്ട് നമുക്കത് ചെയ്യാം. സ്റ്റാറ്റൊക്കെ ആണെങ്കിലൊക്കെ നമ്മൾ കോളേജിലും പി ജിക്കൊക്കെ നമ്മൾ കാൽക്കുലേറ്റർ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ വീട്ടിലത്തെ കാര്യത്തിനൊക്കെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അത് സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, ഇൻ വിച്ച് കോളേജ് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് സയൻസ് സ്റ്റുഡൻസ് ടു ദ ടോട്ടൽ സ്റ്റുഡൻസ് ഈസ് ദാറ്റ് കോളേജ് ഈസ് ഹയസ്റ്റ്? ഇൻ വിച്ച് കോളേജ് ഈസ് the percentage of science students to the total students in that college the highest? അപ്പോൾ ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓരോ കോളേജിൻ്റെയും പേഴ്സൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഏത് കോളേജാണ് സയൻസ് സ്റ്റുഡൻസ് ഏതാണ് ഹയസ്റ്റ് എന്ന് നോക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യേണ്ടത് കോളേജ് പി, കോളേജ് ക്യൂ, കോളേജ് ആർ, എസ് ടി, ഓരോന്നിൻ്റെ എന്ത് ചെയ്യാം? പേഴ്സൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ചോദ്യം നമ്മൾ ഇപ്പം ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാം. ആദ്യം നമുക്ക് തന്നിട്ടുള്ള പി, ക്യൂ, ആർ, ടി എന്നാണ്. ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് സയൻസ് ഇൻ വിച്ച് കോളേജ് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് സയൻസ് സ്റ്റുഡൻസ് ടു ദ ടോട്ടൽ സ്റ്റുഡൻസ്. സയൻസ് സ്റ്റുഡൻസും ടോട്ടൽ സ്റ്റുഡൻസും ആണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഓരോന്നിൻ്റെയും സയൻസ് സ്റ്റുഡൻസിൻ്റെയും ടോട്ടൽ സ്റ്റുഡൻസിൻ്റെയും പേഴ്സൻറ്റേജ് ഹയസ്റ്റ് ഏതാണെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം പി നോക്കാം. പി, ഇവിടെ ക്വസ്റ്റ്യൻ പി ആണ്, കോളേജ് പി നോക്കാം. അതിൽ ടേബിൾ എടുക്കുന്ന സമയത്ത് കോളേജ് പി സയൻസ് സ്റ്റുഡൻസ് 300 ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ്? 250 പ്ലസ് 300 പ്ലസ് 150, 150ഉം 250ഉം 400, 300 എത്രയാണ്? 700 അല്ലേ? അപ്പോൾ ടോട്ടൽ 700 കിട്ടും. ഇപ്പോൾ നമുക്ക് പിയുടെ പേഴ്സൻറ്റേജ് നോക്കുകയാണെങ്കിൽ 300 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയാണ്? സയൻസിൻ്റെ വാല്യൂ ആണ് 300 എന്ന് പറയുന്നത്. ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ്? 700 പറഞ്ഞത്, ഇൻറ്റു 100. അതുപോലെ തന്നെ ക്യൂ നമുക്ക് എടുക്കാം. ക്യൂവിൽ സയൻസ് എത്രയാണ്? ക്യൂ സയൻസ് 280. പിന്നെ ടോട്ടൽ എത്രയാണ് വരിക? 320 പ്ലസ്
280 പ്ലസ് 200. ഇത് നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്പർ കൊടുത്തിട്ടുള്ളത്. 350, 200, 300, 500, 600, 700, 800. ഓക്കെ, ടോട്ടൽ വരിക 800 അല്ലേ. 280 ഹരിക്കണം 800. 280 ഹരിക്കണം 800 ഇൻറ്റു 100. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ആറിൻ്റെ സയൻസ് സ്റ്റുഡൻസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. സയൻസ് സ്റ്റുഡൻസ് 420 ആണ് സയൻസ് സ്റ്റുഡൻസ് വരുന്നത്. ടോട്ടൽ എത്രയാണെന്ന് നോക്കാം. 180 പ്ലസ് 420 പ്ലസ് 250. അപ്പോൾ 100, 200, 400, 850 അല്ലേ. ടോട്ടൽ 850 വരും. പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ, മനക്കണക്ക് ചെയ്യാവുന്ന വാല്യൂ തന്നെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിട്ട് ടോട്ടൽ എത്രയാണ് വരിക? 420 സയൻസ് സ്റ്റുഡൻസ് ഡിവൈഡഡ് ബൈ 850 ടോട്ടൽ സ്റ്റുഡൻസ് ഇൻറ്റു 100 കണ്ടു. പിന്നെ നമുക്ക് ഓപ്ഷനിൽ വന്നിട്ടുള്ളത് ടി ആണ്. ടിക്ക് പുറമെ ഒരു വാല്യൂം കൂടെ, ഒരു കോളേജും കൂടെ ഇവിടെ ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ്? എസ് ഉണ്ട്, ആർ ഉണ്ട്. എസ്സും ആറും നമുക്കിവിടെ കാൽക്കുലേറ്റ് എസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആർ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ഓപ്ഷനിൽ അത് തന്നിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ടി നോക്കാം. ടിയുടെ സയൻസ് സ്റ്റുഡൻസ് 250 ആണ്. ടോട്ടൽ 220 പ്ലസ് 180, 300, 200, 200, 400, 600, 650 അല്ലേ. 650 ടോട്ടൽ വരുന്നു. അപ്പോൾ നമുക്ക് 650 ഡിവൈഡഡ് ബൈ 250 ഇൻറ്റു 100. ഇപ്പോൾ ഇവിടെ ചോദ്യം നമ്മൾ എന്തായിരുന്നു ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇൻ വിച്ച് കോളേജ് ദ പെർസെൻറ്റേജ് ഓഫ് സയൻസ് സ്റ്റുഡൻസ് ടു ടോട്ടൽ സ്റ്റുഡൻസ് ഈസ് ഹയസ്റ്റ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ സ്റ്റുഡൻസ് താഴെ കൊടുത്തു, സയൻസ് സ്റ്റുഡൻസ് മുകളിൽ കൊടുത്തു. ഓരോന്നിൻ്റെയും ആദ്യം നമ്മൾ പി കണ്ടു, പിന്നെ ക്യൂ നോക്കി, പിന്നെ പി ക്യൂ ആർ ടി. അതിന് മാത്രം നോക്കിയാൽ മതി. 4 ഓപ്ഷനേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ എന്ത് ചെയ്യണ്ട, സമയം മെനക്കെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഈ എളുപ്പ വഴിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പൂജ്യമൊക്കെ വെട്ടാനൊക്കെ പറ്റും. ഓക്കെ, ഇതുപോലുള്ള 0 ഒന്ന് വെട്ടാം, ഇവിടെ വെട്ടാം, ഒന്ന് വെട്ടിയിട്ട് 50 ഒക്കെ വെട്ടിയിട്ട് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ പിയുടെ ടോട്ടൽ എത്രയാണ് കിട്ടുക? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ വെട്ടൊന്നും വേണ്ട കേട്ടോ. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരുപാട് എളുപ്പ വഴികളും ഉണ്ട്. എളുപ്പ വഴികൾ ലാസ്റ്റിലേക്ക് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ നോർമൽ വഴി തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഇതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ളതല്ല. തുടക്കം മുതൽ തന്നെ എളുപ്പ വഴികൾ തേടി നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. പ്രാക്ടീസിലൂടെ നമുക്ക് തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ഉള്ളിൽ ഒരുപാട് എളുപ്പ വഴികൾ തുറന്നു കിട്ടും. അത് പ്രാക്ടീസിലൂടെ മാത്രം കിട്ടുന്നതാണ്. മറ്റൊരാൾ പറഞ്ഞു തരുന്ന മെത്തേഡ് ഉപയോഗിച്ചാൽ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് വരും. അപ്പോൾ അത് നമ്മൾ സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പ്രോബ്ലം പ്രാക്ടീസ് ചെയ്യും. ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റിനായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. നമുക്ക് കൺസിസ്റ്റൻസിയാണ് നമ്മുടെ നെറ്റ് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. വേറെ എന്തും അത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റിനെ മറികടക്കാൻ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ടോപ്പിക്ക് ഫോക്കസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഡിസംബർ ആകുമ്പോഴേക്കും എന്ത് ചെയ്യാൻ പറ്റും, അത് തറവായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഭാഗങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, പേഴ്സൻറ്റേജ്, ഇൻട്രസ്റ്റ്, അതുപോലെ റേഷ്യോ, പ്രപ്പോർഷൻ, ആവറേജ്, ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വീക്കിലി 1-2 തവണയെങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു ഡിഫിക്കൽട്ടായിട്ട് തോന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസറിലേക്ക് പോവാം. അപ്പോൾ ആൻസർ എത്രയാണ്? പിയുടെ ആൻസർ എത്രയാണ് കിട്ടിയത്? എത്രയാ? 8.5. പിന്നെ അടുത്തത് ക്യൂ എത്രയാ?
എത്രയാ? ഓക്കെ, 35. പിന്നെ അടുത്തത് എത്രയാ? 6. 49.41. പിന്നെ അടുത്തത് ടി എത്രയാ? കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ? 4.6. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ചോദ്യം കിട്ടി, ഇതിൽ ഹയസ്റ്റ് ഏതാണെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഏതാണ് ഹയസ്റ്റ്? യെസ്, കോളേജ് 6 ഹയസ്റ്റ് വരുന്നത്. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് തരുന്നത് നമ്മുടെ സെഷൻ. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി പ്രാക്ടീസ് ചെയ്യലിലൂടെ മാത്രമാണ് എന്ത് ചെയ്യുക, ഈ ചോദ്യം നമുക്ക് ക്ലിയർ ചെയ്യാൻ കഴിയുള്ളൂ. നമുക്ക് ഇത് കണ്ടാൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇത് ചെയ്തപ്പോൾ മറ്റൊരാൾ ചെയ്ത് തന്ന സമയത്ത് നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ഇത് ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് വരും. അപ്പോൾ കൺഫ്യൂഷൻസ് വരുമ്പോൾ നിങ്ങൾ സ്വയം തന്നെ ഒന്ന് ഇരിക്കുക. ഇതെങ്ങനെ ആവറേജ് നമ്മൾ പഠിച്ചതാണ്, ഇതൊക്കെ 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലൊക്കെ ഇഷ്ടംപോലെ പ്രാവശ്യം പഠിച്ചതാണ്. കൂട്ടാനും ഗുണിക്കാനും ഹരിക്കാനൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇതിൽ വരുന്ന മിസ്റ്റേക്കുകൾ, ഒന്നാമത് നമ്മൾ ടോപ്പിക്കുകൾ പലതും മറന്നു പോയിട്ടുണ്ട്. പിന്നെ കൂട്ടുന്ന സമയത്ത് ചില നമ്പറുകൾ മാറിപ്പോയേക്കാം. അങ്ങനെയൊക്കെ വരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ പ്രാക്ടീസിലൂടെ മറികടക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കൺസിസ്റ്റൻസി ആവശ്യമാണ്. പരമാവധി ഈ ടോപ്പിക്കുകൾ നമുക്ക് ഇടയ്ക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ വ്യത്യസ്ത തരങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന ചോദ്യങ്ങൾ, അതിന് മുമ്പത്തെ വർഷം വന്ന നെറ്റിൻ്റെ ചോദ്യങ്ങളൊക്കെ നമുക്കിതിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞ് ഇപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ, ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനെ കുറിച്ചാണ് ഇപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ എടുത്തത്. ബാക്കിയുള്ള ടോപ്പിക്കുകൾ വരും ദിവസങ്ങളുണ്ടായിരിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 7ാമത്തെ യൂണിറ്റാണ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ നിങ്ങളെ ലോജിക്കൽ റീസണിങ്ങും വിഷ്വൽ സ്കാനിങ് എബിലിറ്റിയൊക്കെ അളക്കാൻ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പിന്നെ നമ്മൾ ഭൂരിഭാഗം ആളുകളുടെ മാർക്കും ഇവിടെ പല ആൾക്കാർക്കും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നൊരു മേഖലയും ഇത് തന്നെയാണ്. 3 ടോപ്പിക്കുകൾ, പെർസെൻറ്റേജ്, റേഷ്യോ, പ്രപ്പോർഷൻ, ആവറേജ് ഒക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ ഭാഗം എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ അതുമായി ബന്ധപ്പെട്ട് കുറേ ടോപ്പിക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു ഡെമോ സെഷൻ കൂടിയായിരുന്നു. ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു. നമ്മുടെ UGC നെറ്റിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തോടു കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ഫീ നമ്മൾ ഓണം പ്രമാണിച്ച്, ഇൻഡിപെൻഡൻസ് ഡേ ഓണം പ്രമാണിച്ച് നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫീ വരുന്നത് 5,999 രൂപയാണ് നമ്മുടെ ഫീ വരുന്നത്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും അടക്കാം, അല്ലാതെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടക്കാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ എന്ത് ചെയ്യാം, നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം, വാട്സപ്പ് ഗ്രൂപ്പിൽ എൻ്റെ നമ്പർ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് ത്രൂവോ ഡയറക്റ്റായിട്ടോ കോൺടാക്റ്റ് ചെയ്യാം. ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പം ഞാനൊരു മീഡിയം റേഞ്ച് ക്വസ്റ്റ്യനാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ടഫ് വരെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ടഫ് നമ്പറിൽ വരുന്ന ഡിഫിക്കൽറ്റി ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ 150 പകരം 153.34 അല്ലെങ്കിൽ 5348 അങ്ങനെ പോയിൻ്റ് വരുമ്പോഴും നമ്പേഴ്സ് വരുമ്പോഴും റൗണ്ട് ഫിഗർ വല്ലാതെ വരുമ്പോഴൊക്കെയാണ് നമുക്ക് ഈ കൺഫ്യൂഷൻ വരിക. പാറ്റേൺ സെയിം ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ കഴിയാം, ഫുൾ റൗണ്ട് ഫിഗർ ആവില്ല ആൻസർ. നമുക്ക് ആൻസർ എഴുതാൻ കഴിയും, പക്ഷെ നമുക്ക് തോന്നിപ്പോവും നമ്മളിതിപ്പോൾ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞത് കിട്ടുമോ എന്നുള്ളത് തോന്നിപ്പോവും. ആൻസർ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനും പെർസെൻറ്റേജും റേഷ്യോ ഒക്കെ തന്നെയായിരിക്കും. പക്ഷെ അതിൻ്റെ നമ്പറിൽ വരുന്ന ഡിഫിക്കൽറ്റി ഫാസ്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ ഓക്കെ ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ചെയ്യാമല്ലോ. നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. കുറേ കാലം മുമ്പ് നമ്മളത് എടുത്ത് നോക്കിയതല്ലേ, ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതൊക്കെ മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൻസേഴ്സാണ്. പക്ഷെ നമ്മളത് ഇപ്പോൾ കടക്കാരെന്നൊക്കെ അറിയാമല്ലോ, നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങുന്ന സമയത്തൊക്കെ അവർ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതെയാണ് സാധനങ്ങൾ എടുത്ത് തരുന്നത്. അപ്പോൾ അവരെ കറക്റ്റ് മനക്കണക്ക് വളരെ കറക്റ്റായിരിക്കും.
ഇപ്പോൾ നമ്മൾ കോളേജിലൊക്കെ വാല്യുവേഷൻ ക്യാമ്പിനൊക്കെ പോകുന്ന സമയത്തൊക്കെ ടീച്ചേഴ്സ് നമ്മുടെ മുകളിലുള്ള ചീഫോ ചെയർമാനൊക്കെ നമ്മൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊക്കെ കാൽക്കുലേറ്ററിലാണ് കുട്ടികളുടെ മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. പക്ഷെ അവർ ജസ്റ്റ് ഒറ്റ നോട്ടത്തിൽ അവർ ആൻസർ ചെയ്യും, നമ്മൾ കൂട്ടിയിട്ടുണ്ടെങ്കിൽ തെറ്റിയിരുന്നൊക്കെ പറയും. അവരെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ എത്ര കാലം ഒരു മേഖലയിൽ എക്സ്പീരിയൻസ്ഡ് ആണോ അതിനനുസരിച്ച് നമ്മൾ ഫാസ്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അത് വലിയ ടാസ്ക് ഒന്നുമല്ല, എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അതെ, അങ്ങനെ തന്നെ ചെയ്യാം. നമുക്കൊരു പേപ്പർ അവർ പ്രൊവൈഡ് ചെയ്യും, ഒരു A4 പേപ്പർ പ്രൊവൈഡ് ചെയ്യും, ഒരു പേനയും പ്രൊവൈഡ് ചെയ്യും. വേറെ ഒരു സാധനം നമുക്ക് എക്സാം ഹാളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളെ വാച്ചോ ഒന്നും, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വെള്ളം ഗ്ലാസ് കുപ്പി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റും, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അത് നമുക്ക് പേപ്പർ തികഞ്ഞില്ലെങ്കിൽ വേണമെങ്കിൽ ചോദിക്കുകയും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അത് നമ്മൾ ആ സമയത്ത് അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പെട്ടെന്ന് ഇപ്പം ഇത് നിങ്ങളിവിടെ നിർത്തി ഇനി എക്സാമിന് മുമ്പ് എടുത്ത് നോക്കാം എന്ന് കരുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. കാരണം ഇങ്ങനെയുള്ള ചെറിയ സംഖ്യകളല്ല എക്സാമിന് സാധാരണ വരാറുള്ളത്, വലിയ സംഖ്യകളായിരിക്കും. ഇപ്പോൾ ഇത് 1000, 10,000-ൻ്റെയൊക്കെ സംഖ്യകൾ വരും, റൗണ്ടർ അല്ലാത്ത ഫിഗേഴ്സും വരും. അപ്പോൾ അത് ഇപ്പം തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചാലേ അവിടേക്ക് ആ സമയമാകുമ്പോഴേക്കും നമുക്കത് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒന്നാമത് നമ്മൾ ഇമോഷണലി ഉണ്ടാകുന്ന ഒരു ടെൻഷനാണ് ഇത് തെറ്റാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. പലതിൻ്റെയും ചോദ്യങ്ങൾ ഉത്തരം ഓപ്ഷൻ നോക്കിയാൽ തന്നെ ആൻസർ ചെയ്താൻ പറ്റും. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു പ്രാക്ടീസുള്ള ഒരാൾക്ക് ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഒറ്റ നോട്ടത്തിൽ ഈ ഓപ്ഷൻ മാത്രം നോക്കിയിട്ട് ആൻസറിലേക്ക് എത്താൻ കഴിയും. അത് സ്വാഭാവികം, അങ്ങനെയുള്ള ചോദ്യങ്ങൾ തരുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് വരുന്ന ചോദ്യങ്ങൾ 180 മിനിറ്റാണ് നമ്മുടെ എക്സാം ഉണ്ടാവുക, 150 ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് ഒരാൾക്ക് ചോദ്യത്തിലെത്താൻ കഴിയുന്ന രീതിയിലുള്ള ചോദ്യങ്ങളെ തരുള്ളൂ. പക്ഷേ അതെന്ത് ചെയ്യണം, അത് നമ്മൾ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ആവറേജ് ആൾക്കല്ല, ഒരു എബോവ് ആവറേജ് ആയ ഒരാൾക്ക് ആണെങ്കിൽ തന്നെ 1 മിനിറ്റ് കൊണ്ട് ആൻസറിലേക്ക് എത്താൻ കഴിയും. അങ്ങനെ ഒരു ചോദ്യം നമുക്ക് തരുള്ളൂ. പക്ഷെ അത് നമ്മൾ പ്രാക്ടീസിലൂടെ മാത്രമേ അതിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. പക്ഷെ ഒരു നമ്മൾ തീരെ പ്രാക്ടീസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമുക്കത് എളുപ്പത്തിൽ എത്താൻ കഴിയില്ല. മറ്റെന്തെങ്കിലും പറഞ്ഞോളൂ. അല്ല, പേപ്പർ 1-ൽ 50 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക, 100 മാർക്കിന്. പേപ്പർ 2-ൽ 100 ചോദ്യങ്ങൾ 200 മാർക്കിനുണ്ടാവും. ഇപ്പോൾ ടോട്ടൽ 300 മാർക്കിന് ചോദ്യങ്ങളുണ്ടാവും. ഇതിൽ പേപ്പർ 2 എന്ന് പറഞ്ഞാൽ ഒക്കെ നമുക്കറിയാം തിയററ്റിക്കൽ ടോപ്പിക്കുകളായിരിക്കും ഉണ്ടാവുക, കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. പേപ്പർ 1-ലാണ് കാൽക്കുലേഷനൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഈ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ എപ്പോഴും പേപ്പർ 1 നല്ലത്. JRF ക്ലിയർ ചെയ്ത ആളുകളൊക്കെ പേപ്പർ 1-ൻ്റെ സ്കോറിൻ്റെ ബേസിലാണ് JRF ക്ലിയർ ചെയ്യുക. പേപ്പർ 2 ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ഒരു 70-75% ചോദ്യങ്ങൾ മാത്രമേ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. അത് സൈക്കോളജി ആണെങ്കിലും സോഷ്യോളജി ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് സിലബസ് ചോദ്യങ്ങൾ വരും. ഇപ്പോൾ ഇപ്രാവശ്യം മാത്രമല്ല, കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ ഔട്ട് ഓഫ് സിലബസ് ചോദ്യങ്ങൾ ധാരാളം പേപ്പർ 2-ൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഔട്ട് ഓഫ് സിലബസ് എന്ന് നമുക്ക് ഒരിക്കലും അതിനെ പറയാൻ പറ്റില്ല. കാരണം അതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്, നിങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കണം. കറണ്ട് പത്രം കൃത്യമായിട്ട് വായിച്ചുകൊണ്ടിരിക്കണം. പുതിയ തിയറികൾ, പുതിയ കാര്യങ്ങൾ, ലോസ്, ഇതൊക്കെ പത്രം സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരാൾക്ക് ഒരു ഔട്ട് ഓഫ് സിലബസ് ആയിട്ടൊന്നും തോന്നില്ല. അല്ലാത്ത ആളുകൾക്ക് ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് തോന്നുന്ന കുറേ ചോദ്യങ്ങൾ വരും. അപ്പോൾ ഒരു 75% മുകളിൽ പേപ്പർ 2 നമുക്ക് കവർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. പേപ്പർ സ്ഥിരമായിട്ട് വായിക്കുന്ന പൊതുവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ധാരണ ഉള്ള ഒരാളാണെങ്കിൽ ഈസി ആയിട്ട് കവർ ചെയ്യാം. അല്ലാത്ത ആളുകൾക്ക്, നിങ്ങൾ പേപ്പർ തീരെ വായിക്കാത്ത ഒരാളാണെങ്കിൽ തന്നെ പേപ്പർ 1 നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. അത് നിങ്ങളെ പ്രാക്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഇത് കാണാതെ പഠിച്ചത് കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആണെങ്കിലും പ്രോബ്ലം സോൾവിങ്, അതുപോലെ കോംപ്രഹെൻഷനൊക്കെ ഉണ്ട്. കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫ് നമുക്ക് തരും. ആ പാരഗ്രാഫ് വായിച്ചിട്ട് താഴെ തരുന്ന 5 ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. അപ്പോൾ ഈ പാരഗ്രാഫ് നിങ്ങൾ എക്സാമിൻ്റെ തലേന്ന് വായിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ എഴുതാൻ പറ്റില്ല. അത് സ്ഥിരമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ പ്രാക്ടീസാണ് ആവശ്യം. ഓക്കെ,
ഉണ്ടായിരിക്കും. സൈക്കോളജിയുമായി ബേസ് ചെയ്തിട്ട് ഇപ്പോൾ പുതിയ പുതിയ രോഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ, പുതിയ പുതിയ തെറാപ്പികൾ, അതൊക്കെ വരാറുണ്ട്. ഇപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ 2020 എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം ഈ ഇൻ്റർ ഡിസിപ്ലിനറി പേഴ്സ്പെക്റ്റീവ് നന്നായിട്ട് വരുന്നുണ്ട്. അത് നമ്മളെ എഡ്യൂക്കേഷൻ പോളിസിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇൻ്റർ ഡിസിപ്ലിനറി പേഴ്സ്പെക്റ്റീവ്. അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർ ഡിസിപ്ലിനറി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾ സൈക്കോളജിയാണ് നിങ്ങൾ പഠിക്കണമെന്ന് വെച്ചാൽ സോഷ്യോളജിത്തെ ചോദ്യങ്ങൾ ചോദിക്കും, സ്റ്റാറ്റിയുടെ ചോദ്യങ്ങൾ ചോദിക്കും, എക്കണോമിക്സിലെ ചോദ്യങ്ങൾ ചോദിക്കും, സോഷ്യൽ ഇഷ്യൂസ് ചോദിക്കാറുണ്ട്. സോഷ്യൽ ഇഷ്യൂസ് എടുത്തിട്ട് പറയും മെൻ്റൽ ഇഷ്യൂസിനെ കുറിച്ച്, സോഷ്യൽ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് അങ്ങനെ അനലറ്റിക്കൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യില്ല, ഒരു ടോപ്പിക്ക് മാത്രം, ഒരു ഡിസിപ്ലിൻ മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ നമുക്ക് കവർ ചെയ്യാൻ കഴിയില്ല. ഇൻ്റർ ഡിസിപ്ലിനറി പേഴ്സ്പെക്റ്റീവ് തന്നെ നോക്കണം. ഇപ്പോൾ പേപ്പർ 1 കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷനൊക്കെ ചോദിച്ചിരുന്നു. അങ്ങനെ ഓരോന്ന്, അതേപോലെ തന്നെ സ്റ്റാറ്റിയിൽ ധാരാളം ചോദ്യങ്ങൾ പേപ്പർ 2 സൈക്കോളജിക്കാർക്ക് ചോദിച്ചിട്ടുണ്ട്, സോഷ്യോളജിക്കാർക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സബ്ജക്റ്റിൽ നിന്ന് മാത്രം ചോദിക്കുമെന്നൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഓക്കെ, ഇൻ്റർ ഡിസിപ്ലിനറി ഫോക്കസ് എപ്പോഴും ആവശ്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സ്പിയർമാൻ്റെ ഒരു ക്വസ്റ്റ്യൻ പ്രോബ്ലം ചെയ്യാൻ. പക്ഷേ ആ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം, 1 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്നതായിരുന്നു. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് സ്ഥിരമായിട്ട് ആ ക്ലാസ്, ഞാനിപ്പോൾ സ്പിയർമാൻ്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് എനിക്കത് കാണുമ്പോൾ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. പക്ഷെ അത് 1-2 പ്രാവശ്യം മാത്രം ആ ചോദ്യം ചെയ്ത ഒരു സ്റ്റുഡൻറ്റിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നും. അത് നമ്മൾ ഇക്വേഷൻ എഴുതി അത് ഓരോന്ന് വാല്യൂ കൊടുത്ത് ആൻസർ ചെയ്ത് വരുമ്പോഴേക്ക് 10-15 മിനിറ്റൊക്കെ വരും. പക്ഷെ അത് ഒറ്റ ചോദ്യം, അതിനെ 4 ഓപ്ഷൻ വെച്ചിട്ട് ആ 4 ഓപ്ഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് കൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. പക്ഷെ നമുക്ക് ഒരിക്കലും ചോദ്യം കണ്ടാൽ തോന്നില്ല അത് എളുപ്പത്തിൽ എത്താൻ പറ്റുമെന്നുള്ളത്, അങ്ങനെ ഉണ്ടാവാറുണ്ട്. അത് പ്രാക്ടീസാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ, പ്രാക്ടീസ് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഏത് ചോദ്യം വളരെ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല, ആഴ്ചയിൽ 6 ദിവസമാണ് നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കുക. ഓക്കെ, അതിൽ ചില ദിവസങ്ങളിൽ ലൈവ് ക്ലാസ്സുകളും ചില ദിവസങ്ങളിൽ റെക്കോർഡഡ് ക്ലാസ്സുകളുമാണ് ഉണ്ടാവുക. ടോട്ടൽ ഒരാഴ്ചയിൽ പരമാവധി 4 അല്ലെങ്കിൽ 5 ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ബാക്കിയുള്ളത് റെക്കോർഡഡ് ക്ലാസ്സുകളാണ് ഉണ്ടാവുക. റെക്കോർഡഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ ടോപ്പിക്സിൻ്റെ റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും. നമ്മൾ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ലൈവ് ക്ലാസ്സുകൾ കൂടി ഉണ്ടായിരിക്കും. ഇപ്പോൾ തിയറി യൂണിറ്റുകൾ, ഒരു യൂണിറ്റ് തിയറിയുടെ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എൻവയോൺമെൻറ്റൽ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു പാഠമാണ്. ആ പാഠത്തിൻ്റെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഒരു സെഷൻ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെക്കോർഡഡ് സെഷനുകളും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ആഴത്തിൽ അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്സിന് പുറമേ തന്നെ മോക്ക് ടെസ്റ്റുകൾ, ഡെയിലി ഓരോ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അത് പേപ്പർ 1, പേപ്പർ 2 മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ ഇപ്പം തുടക്കം മുതലേ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ, ഒരു 50 ചോദ്യമോ 100 ചോദ്യം ഒന്നിച്ച് ഡിസ്കസ് ചെയ്ത് പോവല്ല ചെയ്യുക. ഒരു ചോദ്യം എടുക്കുന്നു, ആ ചോദ്യം എന്തിൻ്റെ ബേസിലാണ് ആ ചോദ്യം വന്നിട്ടുള്ളത്, ആ തിയറി മൊത്തം കവർ ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട 4 ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ആ ഓപ്ഷനിൽ വന്നിട്ടുള്ള ടോപ്പിക്കുകൾ, തിങ്കേഴ്സ്, തിയറീസ് എല്ലാം ഇൻഡെപ്ത് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഡീപ്പായിട്ടുള്ള ഡിസ്കഷനാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഉണ്ടാവുക. ഒരു ദിവസം നമ്മൾ ഒരു ചോദ്യമോ അല്ലെങ്കിൽ 2 ചോദ്യമൊക്കെയാണ് മാക്സിമം നമ്മൾ കവർ ചെയ്യാറുള്ളൂ. അത് നെറ്റ് ക്ലിയർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അത് നിങ്ങൾ വെറുതെ കാണാതെ ഇങ്ങനെ കണ്ണോടിച്ച് പോവല്ല, ഡീപ്പായിട്ട് ഓരോ ചോദ്യവും അതിൻ്റെ 4 ഓപ്ഷനും, ഫോർ എക്സാമ്പിൾ ഒരാൾ താഴെ പറയുന്ന തിങ്കേഴ്സിനെ കുറിച്ച് ഒരു തിയറി തന്നിട്ട് ഈ തിയറി ആരുടെ തിയറിയാണെന്ന് പറഞ്ഞ് 4 തിങ്കേഴ്സിൻ്റെ ചോദ്യം വരികയാണെങ്കിൽ ആ തിയറി എന്താണെന്നും ഡിസ്കസ് ചെയ്യും. താഴെ പറഞ്ഞിട്ടുള്ള 4 വ്യത്യസ്ത തിങ്കേഴ്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യും. ആ തിങ്കേഴ്സിൻ്റെ എല്ലാ തിയറികളും നമ്മൾ എന്ത് ചെയ്യും, എടുത്ത് ഡിസ്കസ് ചെയ്യും. അങ്ങനെ സമയം എടുത്തിട്ടുള്ള
PYQ സെഷൻ ആയിരിക്കും ഉണ്ടാവുക. ലൈവ് ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്യപ്പെടും. ഇപ്പോൾ നടക്കുന്ന എല്ലാ സെഷനുകളും റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു 2 വർഷത്തേക്ക് അതിൻ്റെ ആക്സസ് ഉണ്ടായിരിക്കും. PYQ കേട്ടില്ല. അതിന് കുറച്ച് പുസ്തകങ്ങൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ പുസ്തകങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ KVS മദാൻ്റെ ഒരു പുസ്തകം ഉണ്ട്. അതുപോലെ 1-2 പുസ്തകങ്ങൾ അരിഹന്തിൻ്റെ പബ്ലിക്കേഷൻ്റെ പുസ്തകങ്ങൾ അങ്ങ് നിങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാരണം ഇത് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ടീച്ചർ എപ്പോഴും എന്ത് ചെയ്യണം, ഒരു ഫെസിലിറ്റേറ്റർ ആണല്ലോ. ഒരു 20-25% നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഏതൊരു ടീച്ചേഴ്സിനും കഴിയുള്ളൂ. ഇത് നെറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഡീപ്പായിട്ടുള്ള സ്റ്റഡി ആവശ്യമാണ്. അപ്പോൾ നിങ്ങളെ ഫോക്കസ് എപ്പോഴും നെറ്റിൽ തന്നെ ആവണം. നിങ്ങൾ പരമാവധി എന്ത് ചെയ്യണം, നിങ്ങളെ ഭാഗത്തു നിന്ന് ഒരു എഫേർട്ട് എടുത്തിട്ട് പരമാവധി ഡിസ്കഷനും പ്രിപ്പറേഷനും ആവശ്യമാണ്. അപ്പോൾ അതിന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഈ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടെ എന്ത് ചെയ്യും, ഫലപ്രദമാവും. അത് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ. പിന്നെ നിങ്ങൾ വായിക്കേണ്ട ഞാൻ ഒന്ന് ജസ്റ്റ് ഇവിടെ തന്നെ പറയാം. ഓക്കെ, പുസ്തകം നിങ്ങൾ ക്ലാസ്സിൽ ആ സമയത്ത് ഒന്ന് പറയാം. ഒന്ന്, ഇഗ്നോയുടെ മെറ്റീരിയൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇഗ്നോയുടെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൻ്റെയും സെക്കൻഡ് ഇയറിൻ്റെയും മെറ്റീരിയൽ നിങ്ങൾ പേപ്പർ 2 വേണ്ടി വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ഒരു 60 to 70 മാക്സിമം ഒരു 80% ഭാഗങ്ങളും അതിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇഗ്നോ ഒന്ന് പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന് വരുന്നത് KVS മദാൻ, ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. KVS മദാൻ പേഴ്സൺ പബ്ലിക്കേഷൻ്റെ ഒരു ബുക്കാണ്. അത് പേപ്പർ 1 വേണ്ടിയിട്ടുള്ള ഒരു ബുക്കാണ് KVS മദാൻ. അത് ഏറ്റവും കൂടുതൽ ആളുകൾ JRF ക്ലിയർ ചെയ്ത ആളുകളൊക്കെ അതാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ആ പേപ്പർ. പിന്നെ അതുപോലെ ട്രൂമാൻ്റെ ഒരു പുസ്തകമുണ്ട്. അത് ജനറൽ പേപ്പറിന് വേണ്ടിയിട്ടുള്ള പുസ്തകമാണ്. ട്രൂമാൻ്റെ UGC നെറ്റ് ജനറൽ പേപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം. അതുപോലെ തന്നെ പേപ്പർ 2 സാധാരണ ഒരുപാട് പബ്ലിക്കേഷൻസ് പേപ്പർ 2 ഉണ്ട്. അതിൽ സാധാരണ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒന്ന് അരിഹന്ത് പബ്ലിക്കേഷൻ്റെ പേപ്പർ 2 പുസ്തകമാണ്. അത് സോഷ്യോളജി ആണെങ്കിലും സൈക്കോളജി ആണെങ്കിലും ബെറ്ററാണ്. അരിഹന്ത് പബ്ലിക്കേഷൻ ഉണ്ട്, ധാരാളം പബ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ അരിഹന്ത് ബെറ്ററാണ്. എൻ്റെ കയ്യിൽ ഞാൻ അരിഹന്താണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ വേറെ ഇഷ്ടംപോലെ മെറ്റീരിയലുകൾ ഉണ്ട്. നിങ്ങളിപ്പോൾ ആമസോണിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. ഓക്കെ. പിന്നെ ഏത് മെറ്റീരിയലാണെങ്കിലും ഈ പേപ്പർ 2 ഒക്കെ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ കാണാറുണ്ട്. പിന്നെ അതുപോലെ അതിലുള്ള ഈ ചോദ്യപേപ്പറിലൊക്കെ ചിലപ്പോൾ ആൻസർ കീയിലൊക്കെ ചിലപ്പോൾ ചെറിയ തെറ്റുകൾ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ആൻസർ മാത്രം ജസ്റ്റ് നോക്കിയാൽ പോരാ. അപ്പോൾ ഒരു ചോദ്യം വന്നാൽ ആ ചോദ്യം എന്താണെന്നും അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനവും നിങ്ങൾ അതിൻ്റെ കൂടെ നടത്തണം. എങ്കിൽ മാത്രമേ കറക്റ്റ് ആൻസർ നമ്മൾ നോക്കിയത് കറക്റ്റാണെന്ന് അറിയാൻ കഴിയുള്ളൂ. നമ്മുടെ ക്ലാസ്സിൽ പ്രോപ്പറായിട്ട് നമ്മൾ ഗൈഡ് ചെയ്യും. അല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് പുസ്തകം വായിക്കുന്ന സമയത്ത് പ്രിൻറ്റിങ്ങിൽ സ്വാഭാവികമായിട്ട് വരുന്ന മിസ്റ്റേക്കുകളാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ NTA ആണ്, നമ്മുടെ നെറ്റ് എക്സാം നടത്തുന്നത് NTA ആണല്ലോ. NTAയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ ആൻസർ കീ വളരെ റെയറായിട്ടാണ്, കുറച്ച് തിരഞ്ഞാലേ കിട്ടുള്ളൂ, അവൈലബിൾ ആയിരിക്കും. ഓക്കെ. ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞൊരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിട്ട് NTAയുടെ സൈറ്റിൽ കയറിയാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? കേട്ടില്ല, ഒന്നുകൂടെ പറയാം. ഇല്ല, നമുക്ക് നെറ്റാ. കേട്ടില്ല, ഒന്നുകൂടെ വ്യക്തമാക്കാമോ ചോദ്യം? അത് ക്വസ്റ്റ്യൻ പേപ്പറാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? സാധാ 10 വർഷം മിനിമം നിങ്ങൾ നോക്കണം. ഓക്കെ. മാക്സിമം 20 വർഷം വരെ പോവാം. പക്ഷേ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഞങ്ങളൊക്കെ നെറ്റിന് പ്രിപ്പയർ ചെയ്ത സമയത്ത് ഞങ്ങൾ ബ്ലാങ്ക് ക്വസ്റ്റ്യൻ മാത്രം ഡൗൺലോഡ് ചെയ്തെടുക്കുക ചെയ്യാം. ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വാങ്ങിയിരുന്നു. പക്ഷേ
അതിനേക്കാളും ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ഡൗൺലോഡ് ചെയ്തെടുത്ത് ഞങ്ങൾ തന്നെ എന്ത് ചെയ്യും, ലൈബ്രറിയിലൊക്കെ പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൈഡിൽ തന്നെ എഴുതി വെക്കും. ഓരോ ടോപ്പിക് എടുത്തിട്ട് ആ ടോപ്പിക്കിൻ്റെ സൈഡിൽ ഒരു പേജ് മാത്രമേ പ്രിൻ്റ് എടുക്കുകയുള്ളൂ, ബാക്കിലെ പേജ് ബ്ലാങ്ക് ആയിരിക്കും. എന്നിട്ട് നമ്മൾ ലൈബ്രറിയിൽ, ഇപ്പോൾ ലൈബ്രറീൻ്റെ ഒന്നും ആവശ്യമില്ല, AI ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയും സമയം ലാഭിക്കാൻ പറ്റും. ആ ക്വസ്റ്റ്യൻ അങ്ങോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതുമായി ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കണ്ടൻറ്റും ആ ചോദ്യ പേപ്പർ തന്നെ എഴുതി വെക്കുക. എന്നാൽ പിന്നെ നമുക്കതൊരു റെഫറൻസ് മെറ്റീരിയൽ കൂടിയായി. ഓക്കെ, 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിർബന്ധമായിട്ട് നോക്കണം. നമ്മൾ ഡിസ്കസ് ചെയ്യും ക്ലാസ്സിൽ, 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. 20 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. പരമാവധി എങ്ങനെയായാലും 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്യും. മറ്റെന്തെങ്കിലും ചോദിക്കാൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നില്ല, നാളെ മുതലാണ് മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാളത്തെ മോക്ക് ടെസ്റ്റ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. യെസ്, നാളെ മുതൽ 5:30 മണിക്കാണ് ക്ലാസ് ഉണ്ടാവുക. ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റെക്കോർഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും. ബൈ ചാൻസിൽ നിങ്ങൾ പരമാവധി എന്ത് ചെയ്യുക, ഏറ്റവും നല്ല സമയം, പഠിക്കാൻ പറ്റിയ സമയം മോർണിംഗ് ആണ്. ഈവനിങ് ഒരുപാട് ആൾക്കാർ ജോലിക്ക് പോകുന്നതുകൊണ്ട് നിങ്ങൾ ജോലി കഴിഞ്ഞ് ടയേർഡായി ക്ലാസ്സിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നാമത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ സെഷൻ വെക്കുന്നത്. 5:30 എന്ന് പറഞ്ഞാൽ എല്ലാവരും എണീക്കുന്ന സമയം തന്നെയാണല്ലോ, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഒരു 5, 6, 6:15, 6:30 ആകുമ്പോഴേക്കും നമുക്ക് ക്ലാസ്സുകൾ തീരും. ഓക്കെ, റെക്കോർഡ് അവൈലബിൾ ആയിരിക്കും. ബൈ ചാൻസിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ റെക്കോർഡ് അവൈലബിൾ ആയിരിക്കും, നോട്ട്സും അവൈലബിൾ ആയിരിക്കും, മോക്ക് ടെസ്റ്റുകളും അവൈലബിൾ ആയിരിക്കും. മോക്ക് ടെസ്റ്റിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ആൻസർ കീയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ടായിരിക്കും. മോക്ക് ടെസ്റ്റ് അപ്ലോഡ് ചെയ്തിടുക ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് സ്വയം എന്ത് ചെയ്യാം, നിങ്ങളെ ഫോൺ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ടെസ്റ്റ് നടത്താം. അത് നിങ്ങൾക്ക് മാനുവലായിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ ചാൻസിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ ചെയ്യാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. ഈ മോക്ക് ടെസ്റ്റിൻ്റെ ചോദ്യങ്ങൾ 2 വർഷം വരെ നിങ്ങൾക്ക് ആക്സസ് ഉണ്ടായിരിക്കും. സാധാരണ ആരും ഇത്ര അധികം വർഷത്തെ ആക്സസ് കൊടുക്കാറില്ല. അത് പൊതുവേ നമ്മൾ മടിയന്മാരാക്കുകയാണ് ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ എന്ത് ചെയ്യരുത്, നിങ്ങൾ നാളത്തേക്ക് ഒരിക്കലും മാറ്റി വെക്കരുത്. ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന മോക്ക് ടെസ്റ്റ് ഓരോ ദിവസവും തന്നെ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഈ മോക്ക് ടെസ്റ്റ് ഒരു PDF ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് തരിക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ പ്രിൻ്റ് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോണിൽ യൂസ് ചെയ്യണമെങ്കിൽ ഫോണിൽ യൂസ് ചെയ്യാം, പ്രിൻ്റ് എടുത്ത് യൂസ് ചെയ്യണമെങ്കിൽ പ്രിൻ്റ് എടുത്തും യൂസ് ചെയ്യാം. നോട്ട്സും അതുപോലെ തന്നെ PDF ഫോർമാറ്റിലായിരിക്കും, നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. മറ്റാർക്കും ഷെയർ ചെയ്യുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഷെയർ ചെയ്താൽ മതിയാവും. മറ്റെന്തെങ്കിലും? അപ്പോൾ ഇത്രയാണ് നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം. നമ്മൾ 10,000 ആയിരുന്നു ഫീ വരുന്നത്. ഇപ്പോൾ ഓണം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്പെഷ്യൽ ഡിസ്കൗണ്ട് 5,999 40% ഡിസ്കൗണ്ടിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും നമ്മളെ കോഴ്സിന് ഫീ അടക്കാവുന്നതാണ്. ജോയിൻ ചെയ്യാൻ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്ത് ചെയ്യാം, എൻ്റെ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ ഇത്രയാണ് ഇന്നത്തെ സെഷൻ. ഇപ്പോൾ നമ്മൾ ഈ നടന്ന സെഷൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ ഇനി? ഇല്ല, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.